എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് ഈ ഓഫീസിൻ്റെ പുതിയ വെർഷനും അതിൻ്റെ ചില പ്രത്യേകതകളുമാണ്. നമുക്ക് ഈ ഓഫീസ് പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു വെർഷനാണ് ഇപ്പോൾ ഉള്ളത്. ലോഗിൻ ചെയ്യുന്നത് പഴയ രീതിയിൽ തന്നെയാണ്. അതിനായിട്ട് ആദ്യം VPN തുറക്കുക. VPN വഴി തന്നെയാണ് ഇപ്പോഴും ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. സെക്യൂരിറ്റിയും നെറ്റ്വർക്ക് സംവിധാനങ്ങളും എല്ലാം പഴയതുപോലെ തന്നെയാണ്, എന്നാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ വീട്ടിൽ നിന്നായതുകൊണ്ടാണ് VPN വഴി ഓപ്പൺ ചെയ്യുന്നത്. ഓഫീസിലാണെങ്കിൽ KSWAN നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് ആ നെറ്റ്വർക്കിൽ ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം പരിച എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സൈൻ ഓൺ മെത്തേഡിലുള്ള ഒരു ലോഗിൻ സംവിധാനമാണ്. ജൻപരിച എന്ന് പറഞ്ഞിട്ട് ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിന് മുമ്പാണ് ചെയ്തത്. ജൻപരിച അതായത് പൊതുജനങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളിൽ ഒറ്റ ലോഗിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അതുവഴി ഒന്നിലധികം സേവനങ്ങൾക്ക് അപേക്ഷിക്കാനും ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റുകളെ തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ട്. അതാണ് ജൻപരിച. ആ ജൻപരിചയുടെ പരിചയ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇതും അതുപോലെ തന്നെയാണ്. നമുക്ക് സിംഗിൾ സൈൻ ഓൺ ആണ്, ഒരു കുടക്കീഴിലെല്ലാം കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശമാണ് ഇതിലുള്ളത്. പക്ഷേ നിലവിലിപ്പോൾ ഈ ഓഫീസ് മാത്രമാണ് ഇതിനകത്ത്. നിലവിൽ ഈ ഓഫീസിലേക്ക് മാത്രമാണ് നമ്മളിപ്പോൾ തൽക്കാലം പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ലോഗിനിൽ ഇതാണ് നമ്മുടെ പുതിയ ലോഗിൻ സ്ക്രീൻ. അതിൽ പരിച എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഞാനിപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്തത് കൊണ്ട് തന്നെ ഓൾറെഡി യൂസർ ഐഡിയും പാസ്വേഡും ഇവിടെ സേവ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഞാൻ ഈ കൺസെൻറ്റ് ടു പരിചയ് ഓരോ പ്രാവശ്യവും കൺസെൻറ്റ് കൊടുക്കണം. പരിചയ വഴി ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുത്താൽ, ഇപ്പോൾ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുന്നതിനും മുമ്പായിട്ടൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഞാൻ ഇതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം OTP ലോഗിൻ തൽക്കാലം ഓഫ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ OTP ചോദിക്കാത്തത്. ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് OTP ചോദിക്കും. നെക്സ്റ്റ് കൊടുക്കുക. അതൊരു സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. OTP എന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. കണ്ടോ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫീസിൻ്റെ സ്ക്രീൻ ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത് ഇതേ രൂപത്തിലാണ്. ഇവിടെ കുറേ നോട്ടിങ്ങുകളുണ്ട്. ഇവിടെ ഇങ്ങനെ, അതായത് ഈ ഓഫീസ് റെസിപ്റ്റ്സ്, ഗാലറി, ടു ഡു ലിസ്റ്റ്, ടാസ്ക്, ഇതൊക്കെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഈ ഗാലറി, ടു ഡു ലിസ്റ്റ്, ടാസ്ക് ഇതൊന്നും വരണമെന്നില്ല. അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ മുന്നിൽ എന്തൊക്കെ വേണമോ അതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഡയറക്ടറി, ഇവൻറ്റ്സ്, കോണ്ടാക്ട്സ്, ടീം എന്നിങ്ങനെയുള്ള പുതിയ ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓഫീസ് സാധാരണ രീതിയിൽ തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കാം. ഈ ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു. സാധാരണ രീതിയിൽ തന്നെയാണ്. കുറച്ച് ഓപ്ഷനുകൾ അധികം വന്നിട്ടുണ്ട്, കുറച്ച് സംവിധാനങ്ങൾ അധികം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. കാരണം ഇതിലിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയാനുണ്ട്. അതായത് ഹോം സ്ക്രീനിൽ തന്നെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് ഹോം സ്ക്രീനിലേക്ക് പോവുകയാണ്. ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര്, പെൻ നമ്പർ @kerala.gov.in ആ പൂർണ്ണമായ മെയിൽ ID നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വേണം ലോഗിൻ ചെയ്യാൻ. നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് -KER എന്നൊരു യൂസർ ID ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും മെയിൽ ID തന്നെ ഉപയോഗിക്കണം ലോഗിൻ ചെയ്യണമെങ്കിൽ. അതാണ് ഒന്നാമതായിട്ട് ഇതിനകത്ത് വന്ന മാറ്റം. അതായത് -KER എന്ന് പറയുന്ന ആ ഒരു യൂസർ IDക്ക് പകരം നമ്മൾ ഇനി ഉപയോഗിക്കേണ്ടത് പൂർണ്ണമായ മെയിൽ ID ആണ്. അപ്പോൾ പല ആൾക്കാർക്കും മെയിൽ ID അറിയത്തില്ല. മെയിൽ ഐഡിയെ പറ്റി ഒരു ധാരണയില്ല. എന്താണ് മെയിൽ ID എന്ന് അറിയത്തില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഹോം സ്ക്രീനിൽ ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ടൈപ്പ് ചെയ്യുക
സെർച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേരും മറ്റു വിവരങ്ങളും എല്ലാം വരും. ആ പേരും മറ്റു വിവരങ്ങളും വരുന്നതിനകത്ത് നമ്മുടെ പേര് കണ്ടോ, പേര്, പെൻ നമ്പർ @kerala.gov.in നമ്മുടെ പൂർണ്ണമായ യൂസർ ID കാണിക്കും. ഇത് വില്ലേജ് ഓഫീസിലെ CRU ലോഗിൻ അറിഞ്ഞുകൂടാത്തവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് കൊല്ലം എന്ന് മാത്രം കൊടുക്കുക, സെർച്ച് കൊടുക്കുക. വേണ്ട, CRU കിഫ്ബി വാല്യുവേഷൻ, CRU ഓഫീസ് ഓഫ് ദ HQ താലൂക്ക് ഓഫീസ്, അതിൻ്റെ മെയിൽ ID വേണ്ട, TLK@kerala.gov.in, LANH ഡെപ്യൂട്ടി കളക്ടർ ഓഫീസ്, LANH സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസ്, RR ഓഫീസ്, BO കൊല്ലം ഈസ്റ്റ്, കൊല്ലം വെസ്റ്റ്, RDO, ഇങ്ങനെയുള്ള ഓഫീസുകളുടെ എല്ലാം ഇവിടെ ഏറ്റവും താഴെയായിട്ട് കണ്ടോ യൂസർ ID കാണിക്കും. CRU.VO കൊല്ലം വെസ്റ്റ് മൊത്തം ഇല്ല, കൊല്ലം വെസ്റ്റ് @gmail.com. നമ്മൾ -KER എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ പകരമായിട്ട് @kerala.gov.in കൊടുക്കണം. ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. നേരെ നമ്മൾ ഹോമിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ ഹോം സ്ക്രീൻ വരും. നമുക്ക് ഇതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്യുന്നതിന് മുമ്പ് 1-2 പ്രത്യേകതകൾ ഇതിനുണ്ട്, അതും കൂടി പറഞ്ഞുകൊണ്ട് കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ നമ്മുടെ പ്രൊഫൈലിൻ്റെ പേര്, അതായത് ഹോം സ്ക്രീനിൽ പ്രൊഫൈലിൻ്റെ പേര് എഴുതി കാണിക്കുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് നമ്മൾ അഡ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ആ അഡ്മിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയല്, ഫോട്ടോ ഗാലറി, ടു ഡു ലിസ്റ്റ്, ടാസ്ക്, ഇങ്ങനെ ഈ 4 കിടപ്പുണ്ട്. ഇത് നമുക്ക് സോഷ്യൽ, നോട്ടീസ് ബോർഡ് എന്ന 2 കൊടുത്തിട്ട് മറ്റ് 2 ആക്കിയിട്ട് സെറ്റ് പോർട്ട്ലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഹോം സ്ക്രീനിലേക്ക് പോവുകയാണ്. കണ്ടോ, നോട്ടീസ് ബോർഡ്, ഈ ഫയല്, ഗാലറി, സോഷ്യൽ എന്നായി മാറി, ഡീഫോൾട്ടായി മാറി. ഇത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അഡ്മിൻ്റെ തൊട്ട് താഴെയായിട്ട് രജിസ്റ്റർ OTP ലോഗിൻ. എപ്പോൾ ലോഗിൻ ചെയ്താലും നിങ്ങൾ OTP ലോഗിൻ ഉപയോഗിച്ച് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷനാണ്. അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്ട്രേഷൻ ചോദിക്കും. ഓക്കെ കൊടുത്താൽ നമ്മുടെ പിന്നെ എപ്പോൾ ലോഗിൻ ചെയ്താലും OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. അഡ്മിൻ വീണ്ടും എടുക്കുന്നു. ഇതിനകത്ത് ഈ മാനേജ് പോർട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. അതിൻ്റെ തൊട്ട് താഴെ ടീം ആക്ടിവിറ്റി ലോഗ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടീം ആക്ടിവിറ്റി ലോഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിലെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഓഫീസിൽ ആ സെക്ഷനുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ ഉള്ളത് അവരൊക്കെ ലോഗിൻ ചെയ്തേക്കുന്ന ആക്ടിവിറ്റി, അതായത് എപ്പോഴാണ്, എന്നാണ് ലോഗിൻ ചെയ്തത്, ഈ വിവരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലോഗിൻ ചെയ്തത് മാത്രമല്ല, ലോഗ് ഔട്ട് ചെയ്തതും കാണാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസർ ഏത് IP അഡ്രസ്സിൽ ഏത് സമയത്ത് കയറി, ഏത് സമയത്ത് ലോഗ് ഔട്ടായി, ഇതിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നതാണ്. ഇനി പേഴ്സണൽ ലോഗിൻ ആക്ടിവിറ്റി, നമ്മുടെ മാത്രം ലോഗിൻ വിവരങ്ങൾ കണ്ടോ. ഇതിൽ ഈ ഷോ എന്ന് പറയുന്നത് ഇത് നമുക്ക് 25 കൊടുത്താൽ 25 എൻട്രീസ് ഒരു പ്രാവശ്യം കാണിക്കും, 100 കൊടുത്താൽ 100. ഇപ്പം അത് പുതിയതായതുകൊണ്ട് തന്നെ ലോഗിൻ വിവരങ്ങൾ അധികം ലിസ്റ്റ് ഉണ്ടാവില്ല, എങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഈ ലോഗിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ഹോമിൽ ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും ഹോമിലേക്ക് തന്നെ വന്നു. ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഓഫീസിൻ്റെ പുതിയ അപ്ഡേഷൻസ്. അപ്പോൾ ഇനിയും രസകരമായ, അതായത് ഇതിൽ കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇതിനകത്ത്. അത് അടുത്ത വീഡിയോയിൽ പറയാം, കാരണം ഈ വീഡിയോ അത് ദൈർഘ്യമായി പോവും. അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.